മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ്. നേരത്തെ ഇതിന്റെ വാർത്തകൾ വന്നിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് വി എസിനെ ഇപ്പോൾ തിരുവനന്തപുരം പട്ടത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ് വി എസ് ഉള്ളത്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഏറ്റവും പുതിയ വിശദാംശം എന്താണ്? ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത് എന്താണ്? അനുജ, ഏറെ നാളായി ചികിത്സയിലായിരുന്ന വി എസ് അച്യുതാനന്ദന് ഇന്ന് രാവിലെയാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ആദ്യം ശ്വാസതടസ്സം ഉണ്ടാവുകയും തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായി എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. തുടർന്ന് ഈ ഏറെ നാളായി ചികിത്സയിൽ ഉണ്ടായിരുന്ന പട്ടത്തെ SUT ആശുപത്രിയിലാണ് വി എസിനെ കൊണ്ടുവന്നത്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വി എസ് ചികിത്സയിലാണ്. ഈ നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്ന ഒരു വിശദീകരണമാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഈ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ വി എസിനെ പരിശോധിക്കുന്നുണ്ട്. വി എസിന്റെ മകനും ഒപ്പം അടുത്തുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ ഈ ആശുപത്രിയിലുണ്ട്. നിലവിൽ അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൊണ്ടുവന്ന ആ ഘട്ടത്തേക്കാൾ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ എത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു. വി എസിന്റെ ബന്ധുക്കളും അടുത്ത് അറിയുന്ന ആളുകളൊക്കെ തന്നെ ഈ ആശുപത്രിയിൽ വി എസ് എത്തിയെന്നുള്ള വാർത്തയറിഞ്ഞ് ഈ ആശുപത്രിയിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 2019 വി എസിന് പക്ഷാഘാതം ഉണ്ടാവുകയും തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വി എസ് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് കൃത്യമായി ഒരു ചികിത്സ നടത്തി വരികയായിരുന്നു വി എസ്. അതുമായി ബന്ധപ്പെട്ട ഈ അടുത്താണ് വി എസ് 101ാം ജന്മദിനം ഉൾപ്പെടെ ആഘോഷിച്ചത്. ഈ വി എസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് സന്ദർശകർക്കൊക്കെ തന്നെ ഒരു വിലക്ക് ആ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ നിരവധി ആളുകൾ ജന്മദിന ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ തന്നെ വി എസിനെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ചെറിയൊരു ശ്വാസതടസ്സം ആദ്യം ഉണ്ടായത്. തുടർന്ന് ഒരു ഹൃദയാഘാതം സംഭവിച്ചു എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി വി എസിനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന പട്ടത്തെ SUT ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് അവസാനമായും ഈ വി എസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഒപ്പം മകൻ അരുൺകുമാറും അറിയിക്കുന്നത്. അനുജ, ഗോപികൃഷ്ണൻ. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് രാവിലെ ഒരു ശ്വാസതടസ്സമുണ്ടായി. തുടർന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. SUT ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആരോഗ്യനില തൃപ്തികരം എന്നതാണ് ഡോക്ടേഴ്സ് അറിയിച്ചത്.